വണക്കം. രാവിലെ ഒരു കാര്യം പറയുന്നു, വൈകുന്നേരം അത് നടപ്പിലാക്കി കാണിക്കുന്നു. ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ് ഓടി നടക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള വി രാജേഷ്. തിരുവനന്തപുരം നിവാസികൾക്കെന്നല്ല, കേരളത്തിലുള്ള സമ്പൂർണ്ണമായിട്ടുള്ള 3.5 കോടി ജനങ്ങൾക്കും എന്തിനു പറയുന്നു, കേരളം ഇത്രയും നാളും ഭരിച്ചു മുടിച്ച 60 കൊല്ലം ഭരിച്ചു മുടിച്ച കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് പോലും ഒരു അത്ഭുതമാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കൾ എന്ന് നമ്മൾ എടുത്തു പറയേണ്ടി വരും. അതായത് രാവിലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈകുന്നേരം തന്നെ നടപ്പിലാക്കി. സാധാരണ നമ്മൾ നടത്തിത്തരികയാണ് പതിവ്. അതായത് ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഓക്കെ നടത്തിത്തരാം, അതായത് ലൂണാറ് തേയും വരെ നടത്തിത്തരാം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറിയിട്ടുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് ഇടത് വലത് മുന്നണികൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തു തന്നെയായിരുന്നാലും മേയർ വി രാജേഷ് പട്ടിയെ പിടിക്കും എന്ന് പറഞ്ഞു, പട്ടിയെ പിടിച്ചു. മേയർ വി രാജേഷ് ഇലക്ട്രിക് ബസ് വരുമെന്ന് പറഞ്ഞു, ഇലക്ട്രിക് ബസ് വന്നു. നമ്മുടെ ഗണേശകുമാരനുണ്ടല്ലോ, ഗണേശകുമാരനാണെങ്കിൽ ഇവിടെ ഒന്നും നടപ്പിലാകാൻ പോകുന്നില്ല, 5 വർഷം കഴിഞ്ഞ് ഇത് തന്നെ പറഞ്ഞുകൊണ്ട് വീണ്ടും വരും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള മാസ് ഡയലോഗൊക്കെ അടിച്ചതാണ്. ഇപ്പോൾ CID മൂസയിൽ ജഗതി ഒരു ആക്ഷൻ കാണിക്കുമല്ലോ. നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ജഗതിയോട് പറയുന്നൊരു ഡയലോഗുണ്ട്. ജഗതി അങ്ങോട്ട് പറയും, പട്ടിയായിട്ടാ മോൻ്റെ കളി, ഇത് തന്നെയാണ് ഞാൻ എൻ്റെ മോളോടും പറയാറുള്ളത് എന്ന് പറയുമ്പോൾ ജഗതി ഒരു ആക്ഷൻ ഇടും, എന്നൊരു ആക്ഷൻ ഇടും. അതുപോലെയാണ് നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ബസ് ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഇപ്പോഴിതാ ക്രോസ് മസാജിങ് സെൻറ്ററുകൾ പൂട്ടിക്കും എന്ന് വി രാജേഷ് കഴിഞ്ഞ ദിവസം രാവിലെ പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ റെയ്ഡ് തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എവിടെ നല്ലത് കണ്ടാലും നല്ലതെന്ന് പറയണം. എന്തു തന്നെയായിരുന്നാലും ക്രോസ് മസാജിങ് സെൻറ്റർ പൂട്ടിക്കുന്നതിനെതിരെ കഴപ്പുമൂത്ത ചില ആങ്ങളമാർ രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞങ്ങളിങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ തൂക്കിയിട്ടോട്ട് നടക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? വെറുതെ ആണോ ആൾക്കാർ യൂറോപ്പിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കുറേ എണ്ണം. എന്തായിരുന്നാലും ഈ രംഗത്തെത്തിയിരിക്കുന്ന കുറേ എണ്ണത്തിൻ്റെ കമൻറ്റ് കാണണം. സഭ്യതയ്ക്ക് ഒട്ടും നിരക്കാത്ത കമൻറ്റാണ്. യവന്മാരൊക്കെ ഇങ്ങനെ യൂറോപ്പിലോട്ട് പോകുന്നത് കൊണ്ടാണ് യൂറോപ്പിൽ നിന്ന് അവിടെ യവന്മാരെയൊക്കെ അതിലും സ്പീഡിൽ പിടിച്ച് പുറത്താക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രധാനപ്പെട്ട പല റെഡ് സ്ട്രീറ്റുള്ള നഗരങ്ങളിലും ഉണ്ടല്ലോ, അതിപ്പോൾ ആംസ്റ്റർഡാം ആയിക്കോട്ടെ, പ്രധാനമായിട്ടും ഇവിടെയുള്ളവന്മാരെല്ലാം തള്ളിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രാജ്യമുണ്ട് തായ്ലൻഡ് എന്ന് പറയുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരികളുടെ ഡയറി ഗ്രൂപ്പിൽ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നൊരു കാര്യമുണ്ട്, ആംസ്റ്റർഡാമിലോ അല്ലെങ്കിൽ തായ്ലൻഡിലോ നമ്മൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ സംഭവത്തിന് പോകുമ്പോൾ, അതായത് അവിടെ ഈ മസാജിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ലൈംഗിക നിർവൃതി അടയാൻ പോകുമ്പോഴോ യൗമാർ അവിടെ നിന്ന് വിലപേശും. അവസാനം അവർ പറയും ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന്. ഈ കാര്യത്തിലും നാണം കെടുത്താനായിട്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇതിലും വിലപേശുകയാണ് യൗമാർ എന്നുള്ളത് കൊണ്ട് തായ്ലൻഡുകാർക്ക് പോലും യൗമാരെ പുച്ഛമാണ് എന്നാണ് ഞാൻ പറഞ്ഞില്ല, സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് ഞാൻ കേട്ടതാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രവീൺ രവി എന്ന് പറയുന്ന ഒരു വ്യക്തി ക്രോസ് മസാജിങ്ങിനെ പിന്തുണച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വായിക്കാനിടയായി. വളരെ മാന്യമായ രീതിയിലാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നതും തുടങ്ങുന്നതും. എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. എന്നിട്ട് എന്താണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് സദാചാരവാദിയാക്കി കളയും, പിന്നെ ബൂമർ അമ്മാവനാക്കി കളയും, ഇങ്ങനെയൊക്കെ ആക്കി കളയും. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ക്രോസ് മസാജിങ് തലസ്ഥാനത്ത് നടക്കുന്നു, അത് നിർത്തും എന്ന് വി രാജേഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. പ്രിയപ്പെട്ട രാജേഷ്, താങ്കളുടെ പ്രവർത്തനം മെച്ചപ്പെടണമെന്ന ആഗ്രഹത്തിൽ പറയുന്നതായി കരുതണം. ഓക്കെ, കരുതാം. നമ്മുടെ യുവാക്കൾ വിവാഹിതരാകുന്നില്ല. വിവാഹം കഴിക്കുക എന്നത് ഒരു സാമൂഹിക പ്രഷർ എന്ന നിലയിൽ നിന്നും ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് എന്ന നിലയിലേക്ക് മാറിത്തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ജൈവികമായ ചോദനകൾക്കും അവസരമുണ്ടാകണം. ഇവിടെ പ്രശ്നമെന്നത് സ്പായുടെ മറവിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതും ലൈംഗിക രോഗങ്ങൾ പകരുന്നതുമാണ്. ഇതിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായിരിക്കണം നഗരസഭയും ഉദ്യോഗസ്ഥരും ശ്രദ്ധ കൊടുക്കേണ്ടത്. സ്പായിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ലൈസൻസ് ഉണ്ടാകണം. അവർക്ക് മസാജ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, വൃത്തി ഉണ്ടാകണം. എല്ലാ വർഷവും മെഡിക്കൽ ടെസ്റ്റുകൾ പാസ്സായിരിക്കണം. അതിൽ ലൈംഗിക രോഗങ്ങളെ സംബന്ധിക്കുന്ന ടെസ്റ്റ് നിർബന്ധമായും ചേർത്തിരിക്കണം. ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കാനാണ് അധികാരികൾ ശ്രമിക്കേണ്ടത് എന്നാണ് നമ്മുടെ പ്രവീൺ രവി ചേട്ടൻ പറയുന്നത്. പകരം ആണുങ്ങൾ പെണ്ണുങ്ങളെ മസാജ് ചെയ്യാൻ പാടില്ല എന്നും പെണ്ണുങ്ങൾ ആണുങ്ങളെ മസാജ് ചെയ്യാൻ പാടില്ല എന്നുമുള്ള നിയമങ്ങളല്ല. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ദുബായ് പോലെയുള്ള നഗരങ്ങളിൽ അടിസ്ഥാനപരമായി ഈ ക്രോസ് മസാജിംഗ് ഒക്കെ നിയമപരമായി നിരോധിച്ചിരിക്കുന്ന കാര്യമാണെങ്കിലും ലക്ഷക്കണക്കിന് ലേബർ തൊഴിലാളികൾ കുടുംബ
കുടുംബമില്ലാതെ കഴിയുന്ന സ്ഥലം എന്ന നിലയ്ക്ക് സർക്കാർ അത് കണ്ണടച്ച് വിട്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ചില മേഖലകളിൽ അനിയന്ത്രിതമായി നിയമവിരുദ്ധമായ സ്പാകൾ തലപൊക്കുമ്പോൾ CIDകൾ കൂട്ട റെയ്ഡ് നടത്തി അതൊക്കെ അടപ്പിക്കും. അതിനപ്പുറം സ്പായിൽ പോകുന്നതും ഹാപ്പി എൻഡിങ്ങിലേക്ക് കാര്യങ്ങൾ പോകുന്നതും ഒന്നും അവിടുത്തെ സർക്കാരുകൾ വലിയ വിഷയമായി എടുക്കുന്നില്ല. ഇതൊക്കെ മനുഷ്യരുടെ ജൈവികമായിട്ടുള്ള ആവശ്യങ്ങളാണ്. അത് വൃത്തിയായും ചൂഷണമില്ലാതെയും നടത്തിക്കൊണ്ടു പോകാനുള്ള അനുവാദമാണ് സർക്കാരുകൾ ചെയ്യേണ്ടത്. എല്ലാവർക്കും തായ്ലൻഡിലും ദുബായിലും 5 സ്റ്റാർ ഹോട്ടലുകളിലും ഒന്നും പോയി കാര്യം സാധിക്കാനുള്ള ആവതില്ല. മനുഷ്യന് സന്തോഷിക്കാനൊന്നുമില്ല. നോക്കിക്കേ, ഈ നട്ടുച്ചയ്ക്ക് നടുറോഡിൽ കൂടി ചെണ്ടയും കൊട്ടി കുടയും പിടിച്ച് നടക്കുന്ന ആളുകളെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ഫോട്ടോ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതാണ് ആ ഫോട്ടോ. പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഈ പൊരിഞ്ഞ വെയിലത്ത്. പണ്ട് മൃഗങ്ങളെ ശബ്ദം കേൾപ്പിച്ച് ഓടിക്കാൻ കണ്ടുപിടിച്ച ചെണ്ട വലിയ കാര്യം പോലെ കൊട്ടിക്കൊണ്ട് നടക്കുകയാണ്. നിങ്ങൾ ഈ സ്പായും കൂടി നിരോധിച്ചാൽ മനുഷ്യർ മുഴുവൻ ചെണ്ടയും മണിയും തൂക്കി നടു റോഡിൽ ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. സ്വല്പം പരിഹാസം കലർന്ന വളരെ മാന്യമായിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രവീൺ രവി എന്ന് പറയുന്ന വ്യക്തി എഴുതിയതിൽ എനിക്ക് പ്രധാനമായും തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത്, എന്താണ് ഈ സ്പാ? SPA, സ്പാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്പാ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ്റെ ലൈംഗിക ചോദനകളെ തൃപ്തിപ്പെടുത്താൻ പോകുന്ന സ്ഥലമാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. അതല്ല സ്പാ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. തിരുവനന്തപുരം, അതായത് ക്രോസ് മസാജിങ് സെൻറ്ററുകൾ എന്ന് പറയുന്നത് സാധാരണയായി സ്പാ മസാജ് സെൻറ്ററുകളുടെ പേരിൽ അനധികൃതമായി ലൈംഗിക സേവനങ്ങൾ നടത്തുന്നു എന്ന ആരോപണത്തോടെയാണ് ഇവിടെ VV രാജേഷ് പറഞ്ഞിരിക്കുന്നത്. മസാജ് സെൻറ്ററുകൾ അനധികൃതമായി ലൈംഗിക സേവനങ്ങൾ നടത്തുന്നു, ഇതാണ് പോയിൻ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ലൈംഗിക സേവനങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അതിലോട്ട് നമ്മൾ കടന്നിട്ടില്ല. അനധികൃതമായി നടത്തുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ഈ ക്രോസ് മസാജ്, അല്ലെങ്കിൽ എന്താണ് ഈ സ്പാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പ്രധാനമായും ആലോചിക്കണം. ഈ സാധാരണ സ്പാ അല്ലെങ്കിൽ ചികിത്സ, മസാജിങ് സെൻറ്റർ എന്നൊക്കെ പറയുന്നത് മെഡിക്കൽ അല്ലെങ്കിൽ വെൽനസ് ആവശ്യത്തിനായിരിക്കണം. അതാണ് പോയിന്റ്. അല്ലാതെ സ്പായിൽ വരുന്ന ആൾക്കാർക്ക് ഹാപ്പി എൻഡിങ് കൊടുത്തോട്ടെ എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് മെഡിക്കൽ ആവശ്യങ്ങൾക്കുള്ള സാധനമാണ്. മറ്റേ സാധനത്തിന് നമ്മൾ പറയുന്നത് ബ്രോത്തൽ എന്നാണ്. ഈ തുർക്കിയിലടക്കം ബ്രോത്തൽസ് ഉണ്ട്. തുർക്കിയിലടക്കം ബ്രോത്തൽസിൽ അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് പോകുന്നത്? അവിടെയുള്ള ആൾക്കാർ പോകുമ്പോൾ നമുക്ക് ലൈംഗിക ജന്യ രോഗങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടെ കയ്യിൽ കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ അകത്തോട്ട് കടത്തിവിടുകയുള്ളൂ. അതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഈ സ്പാ എന്ന് പറയുന്ന സാധനം സാർ ഉദ്ദേശിക്കുന്നതല്ല. സ്പാ എന്ന് പറയുന്നത് എന്താണ്? ഒരു വെൽനസ് ആവശ്യത്തിനുള്ളൊരു സ്ഥലമാണ്. അതായത് സ്പാ മെഡിക്കൽ അല്ലെങ്കിൽ ഒരു വെൽനസ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള, അത് ആയുർവേദമാകാം, ഫിസിയോ ആകാം, റിലാക്സേഷൻ ആകാം, അങ്ങനെ തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് സ്പാ എന്ന് പറയുന്നത്. ചില സെൻറ്ററുകളിൽ ഈ സ്പാ എന്ന പേരിൽ, മസാജ് എന്ന പേരിൽ ലൈംഗിക സേവനങ്ങൾ, അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നടക്കുന്നു. ഇതാണ് ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അതിനെ ആളുകൾ ക്രോസ് മസാജിങ് എന്ന് വിളിക്കാറുണ്ട്. അതായത് പുരുഷൻ സ്ത്രീ മസാജ് എന്നതല്ല പ്രശ്നം, ലൈംഗിക വ്യാപാരം നടക്കുന്നതാണ് നിയമപരമായിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത്. കേരളത്തിലെ സ്പാ മസാജ് ലീഗലാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ലീഗലാണ്. കേരളത്തിൽ സ്പായും മസാജിങ്ങും എല്ലാം ലീഗലാണ്. പക്ഷേ സ്പാ എന്താണ്? സ്പാ എന്ന് പറഞ്ഞാൽ വെൽനസ്, അതായത് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് നമ്മുടെ മറ്റേ ഈ പുട്ടുകുറ്റിക്കകത്തുള്ളൊരു സാധനത്തിൽ ആവിയൊക്കെ പിടുങ്ങാനായിട്ട് കയറ്റിയിരുത്തില്ല. അതാണ് സ്പാ എന്ന് പറയുന്നത്. അല്ലാതെ സർവീസ് അതല്ല ഇത്. കൊച്ചു കള്ളായി. എന്തായിരുന്നാലും ലീഗലാണ് ഈ സ്പാകളൊക്കെ. പക്ഷേ ചില നിബന്ധനകളോടെയാണ് ഈ സ്പാകൾ ലീഗലാക്കി വെച്ചിരിക്കുന്നത്. ഒന്നാമതായി ലൈസൻസ് വേണം, ലോക്കൽ ബോഡി, ഹെൽത്ത്, ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് റൂൾസ് ഇതെല്ലാം പാലിച്ചിരിക്കണം. തെറാപ്പിസ്റ്റുകൾ ട്രെയിൻഡ് ആയിരിക്കണം. അല്ലാതെ ട്രെയിൻഡ് അല്ലാത്ത തെറാപ്പിസ്റ്റുകളെ കൊണ്ട് ഈ മറ്റേ പണിക്ക് അല്ല, ഇതതിനല്ല. ഇനി ലൈംഗിക സേവനങ്ങൾ പൂർണ്ണമായും നിയമവിരുദ്ധമാണ് സ്പാകളിൽ. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ഇത് നമ്മുടെ നിയമത്തിലുള്ളതാണ്. നിയമം മാറ്റി എഴുതാമല്ലോ പറ്റൂ. ഇനി സാർ ഒരു കാര്യം ചെയ്യണം. സാറ് തെരുവിലോട്ടിറങ്ങി സ്പാകൾ നിയമവിരുദ്ധമാക്കണം എന്ന് പറഞ്ഞൊരു സമരം നടത്തി നോക്കി. ചിലപ്പോൾ സർക്കാർ അങ്ങനെ കൊണ്ടുവന്നു. എന്നാലും ഇങ്ങനൊരു നിയമം ഇവിടെ ഉണ്ട്, ഒരു ആക്റ്റുണ്ട്. മനുഷ്യക്കടത്ത്, നിർബന്ധിത ലൈംഗിക തൊഴിൽ, ബിസിനസ്സായി പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്, ഇവിടെയാണ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്തുകൂടെ അനധികൃതമായി നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്ന്. മനുഷ്യക്കടത്ത്, ദുർബലരായിട്ടുള്ള മനുഷ്യരുണ്ട്, അവർ ഇതുവഴി കടത്ത് ചെയ്യപ്പെടുന്നു. രണ്ടാമത് നിർബന്ധിത ലൈംഗിക സേവനം, അതായത് നിർബന്ധിത ലൈംഗിക തൊഴിൽ, ഇതിന് നമ്മൾ റേപ്പ്, പീഡനം എന്നൊക്കെ പറയും. അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ ഓരോ ആൾക്കാരുടെ സെക്ഷൽ ഫാൻറ്റസിയൊക്കെ കേട്ടാൽ തലയെ കൈവച്ച് പോകും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു പുങ്കവൻ ഈ ഇടയ്ക്ക് മറ്റേ 3-4 പെണ്ണുങ്ങളെ പീഡിപ്പിച്ചെന്നാ
മുഖത്ത് തുപ്പിയെന്ന, മുഖത്ത് അടിച്ചെന്ന, ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നൻറ്റ്. അത് കഴിഞ്ഞ് ഞാൻ ഉപേക്ഷിക്കും. പിന്നെ ഗർഭഛിദ്രമായി, അതായത് പിന്നെ ബാക്കിയെല്ലാം നീ നോക്കിക്കൊള്ളണം, നീ ഇങ്ങനെ കിടന്ന് പെടയുന്നത് ഞാൻ കണ്ടാസ്വദിക്കും. ഇതൊക്കെയാണ് ഓരോ മൽഗുണന്മാരുടെ ഫാൻറ്റസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തച്ചോളി ഉദയനന്മാരുള്ള ഈ നാട്ടിൽ ഈ ലൈംഗിക തൊഴിലാളി ആയിക്കൊള്ളട്ടെ, ആ ലൈംഗിക തൊഴിലാളിയെ ഇത്രയും ക്രൂരന്മാരുടെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് ബ്രോത്തൽസിൻ്റെ കാര്യമാണ് പറയുന്നത്, അവിടെ നമ്മൾ ആലോചിക്കണം അകത്ത് ഇവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം കേട്ടോ. എന്തായാലും സ്പായിലൂടെ മനുഷ്യക്കടത്ത്, നിർബന്ധിത ലൈംഗിക തൊഴിൽ, ബിസിനസ്സായി പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്, ഇതെല്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. അതിനാൽ സർക്കാർ പൂട്ടുമെന്ന് പറയുന്നത് സ്പാ ബിസിനസ് മുഴുവനല്ല, നിയമലംഘനം നടത്തുന്ന ചില സെൻറ്ററുകളെയാണ്. വിദേശത്തെ ഹാപ്പി എൻഡിങ് ഉണ്ടല്ലോ, പിന്നെ എന്താ ഇവിടെ ഹാപ്പി എൻഡിങ് ആയാൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ എന്ന വാദം എല്ലാ വിദേശ രാജ്യങ്ങളും ഇത് ലീഗലല്ല. ഹാപ്പി എൻഡിങ് ഒന്നും വിദേശ രാജ്യങ്ങളിൽ ലീഗലല്ല. ചില രാജ്യങ്ങളിൽ മാത്രം ചില രൂപത്തിൽ അനുവദിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല സ്ഥലങ്ങളിലും എവിടെയും ഈ സാധനം എന്താണ്, നിയമവിരുദ്ധം തന്നെയാണ്. ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് മസാജ് പേരിൽ ലൈംഗിക സേവനം നൽകുന്നത് കുറ്റകരമാണ്. ഇത് സദാചാരം മാത്രമല്ല, അതായത് സദാചാരമേ അല്ല, മനുഷ്യക്കടത്ത്, ചൂഷണം, പണം വെളുപ്പിക്കൽ, ക്രിമിനൽ നെറ്റ്വർക്ക് തുടങ്ങിയ വിഷയങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി മറ്റേ കാര്യം, അത് മനുഷ്യന് ലൈംഗികമായിട്ടുള്ള ചോദനകളില്ല, അവൻ ഇതൊക്കെ കൊണ്ട് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. വളരെ സത്യമായിട്ടുള്ള ചോദ്യമാണ്. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും, ജനിച്ച എല്ലാ മനുഷ്യന്മാർക്കും ലൈംഗികപരമായിട്ടുള്ള ചോദനയുണ്ട്, ലൈംഗികപരമായിട്ടുള്ള അസംതൃപ്തി ഉള്ളവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമവിരുദ്ധമാക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. പക്ഷേ അവിടെയും കർശനമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കണം എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് വരുന്നവൻ ഏത് ടൈപ്പ് ആയിട്ടുള്ളവനാണ്, ഈ വരുന്നവന് എന്തെങ്കിലും രോഗമുണ്ടോ, ആ ലൈംഗിക തൊഴിൽ അനുഷ്ഠിക്കുന്ന യുവതി, ആ യുവതിക്ക് ഇതിൽ താല്പര്യമുണ്ടോ, ആ യുവതി ഇതിൽ താല്പര്യപ്പെട്ടാണോ വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നില്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഒരു യുവതി ലൈംഗിക തൊഴിലിനായിട്ട് നമ്മുടെ നാട്ടിലിറങ്ങുമ്പോൾ ആ യുവതി അത് മനസ്സറിഞ്ഞ് എനിക്കൊരു ലൈംഗിക തൊഴിലാളിയാവണം എന്ന് പറഞ്ഞിറങ്ങുകയാണ് എന്നുള്ള വാദത്തിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഒന്നുകിൽ ചതിക്കപ്പെടാം, അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമിറങ്ങാം. അങ്ങനെ മാത്രമേ യുവതികൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങാം. അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് സർക്കാർ ആലോചിക്കേണ്ടി വരും. അങ്ങനെ ഒരു സർക്കാരും ഇവിടെ ചെയ്യുന്നതായിട്ട് എനിക്ക് അറിവില്ല. എന്ത് തന്നെയായിരുന്നാലും ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ ക്രക്സ് എന്ന് പറയുന്നത്. ശരി, ഇനി മേയർ വി രാജേഷ് രാവിലെ ഈ കാര്യം പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ അദ്ദേഹത്തിൻ്റെ നടപടി എന്താണ്? തലസ്ഥാനത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാ കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു മണിക്കൂറുകൾക്കകം നടപ്പിലാക്കി മേയർ വി രാജേഷ്. എങ്ങനെയാണ് അത് നടപ്പിലാക്കിയത്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പാ, ആ സ്പായുടെ പേര് വെൽനസ് സ്പർശൻ സ്പാ എന്നാണ്. ആ സ്പായിൽ തൊഴിലെടുക്കാൻ വരുന്ന യുവതി, മേ ബി ആ യുവതി ആ തൊഴിലിൽ അഗ്രഗണ്യായിരിക്കാം, മസാജിങ് എന്ന് പറയുന്ന തൊഴിലിൽ, അല്ലെങ്കിൽ ആയുർവേദം, വെൽനസ്, ആ ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ് ആവണം എന്ന് കരുതി വരുന്ന യുവതിയായിരിക്കും. അങ്ങനെ വരുന്ന യുവതിയെ മറ്റൊരു കണ്ണിൽ കൂടെ കണ്ട് അവരോട് മോശമായി പെരുമാറി, അവരെ ചൂഷണം ചെയ്തു. അപ്പോൾ ഇതിന് യാതൊരുവിധ കുഴപ്പമില്ലല്ലേ? ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ തിരുവല്ലയിൽ സ്പായിൽ വന്ന കുറേ ഗുണ്ടകൾ ഒരു യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയാണ് സാർ. അതായത് അവിടെ ജോലി ചെയ്യുന്ന ഒരു യുവതിയാണ്, ആ യുവതിയെ ബലാത്സംഗം ചെയ്യണം. നമ്മുടെ കേരളത്തിലാണ് ഇത് നടന്നതെന്ന് ആലോചിക്കണം. ഭാഗ്യത്തിന് യു പിയിലല്ല. അതായത് യു പിയിലായിരുന്നെങ്കിൽ മുണ്ടൂരി തലയെ കെട്ടാമായിരുന്നു, പിന്നെ കുറേ യോഗി ആദിത്യനാഥിൻ്റെയൊക്കെ കോലം കത്തിക്കാമായിരുന്നു, 5-6 മെഴുകുതിരി കത്തിക്കാമായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യായിരുന്നു. പക്ഷേ കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അതും ഇരട്ടച്ചങ്കൻ ഭരിക്കുന്ന നമ്മുടെ കേരളത്തിൽ, സ്ത്രീ സുരക്ഷ കൊടുമ്പിരി കൊള്ളുന്നു എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ, അവിടെയൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. കൂട്ടബലാത്സംഗം, പട്ടാപ്പകൽ ഒരു യുവതിയെ ഒരു സ്പാ സെൻറ്ററിൽ കയറി ചെന്ന് 3 കാപ്പ കേസ് ക്രിമിനൽ പ്രതികൾ നടത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഇതിൻ്റെ ഫീലിംഗ് മനസ്സിലാകും. ഒരു തൊഴിലിടത്തിൽ മാന്യമായി തൊഴിലെടുത്ത് തിന്നാൻ വരുന്ന ഒരു യുവതിയെ കുറേ ആൾക്കാർ വന്ന് ഇത് സ്പായാണ്, ഇത് മറ്റേ പണിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുകയാണ്. എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്? ഇറ്റ്സ് വെരി പെത്തറ്റിക്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ യുവതിയോട് മോശമായി പെരുമാറിയതിൻ്റെ പേരിലാണ് അവിടെ റെയ്ഡ് നടന്നത്. ആ പരാതിക്ക് പിന്നാലെ സെക്രട്ടേറിയറ്റിന് സമീപത്തെ സ്പായിൽ പരിശോധന നടത്തി അടച്ചുപൂട്ടി. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനാണ് പരിശോധന നടത്തി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്പർശൻ വെൽനസ് സ്പാ അടച്ചുപൂട്ടിയത്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇന്നലെ അഭിമുഖത്തിനെത്തിയ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് മേയർ വി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. അഭിമുഖത്തിനെത്തിയപ്പോൾ അപമര്യാദയായി പെരുമാറിയെന്ന് 23
കാര്യം മേയറെ വിളിച്ച് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് മേയർ പോലീസിനെ വിവരമറിയിച്ചു. ഇതിന് പിന്നാലെയാണ് സ്പാ കേന്ദ്രത്തിൽ പരിശോധന നടത്തിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്പർശൻ വെൽനസ് സ്പായുടെ ഒരു ഭാഗം പ്രവർത്തിച്ചിരിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയാണെന്ന് കണ്ടെത്തി. പ്രീമിയം വിഭാഗമാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത്. തുടർന്നാണ് സ്പാ അടച്ചുപൂട്ടിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്തിരിക്കുന്ന എല്ലാ സ്പാകളുടെയും ലൈസൻസ് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മേയർ വി വി രാജേഷ് ഇപ്പോൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി വരുന്ന ദിവസങ്ങളിൽ എല്ലാ സ്പായും അരിച്ചു പിറക്കി പരിശോധിക്കാനാണ് ഇവരുടെ തീരുമാനമെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് സ്പാകൾ പ്രവർത്തിക്കേണ്ട രീതിയിൽ തന്നെ പ്രവർത്തിക്കണം. ഇനി ലൈംഗിക ചോദനകൾ തീർക്കാനായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ സർക്കാർ അതിന് വേറെ എന്തെങ്കിലും അനുവദിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. അതിൽ നമ്മളാരും തടസ്സം നിൽക്കുന്നില്ല. ആയിക്കോട്ടെ, ഇനിയിപ്പം അത് മാത്രമായിട്ട് ഇവിടെ എന്തിന് വച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി അതും കൂടെ വരട്ടെ. അപ്പോൾ ശരി.